ഇന്നത്തെ വീഡിയോയിൽ 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ ചാപ്റ്റർ ദ കിസ്സിംഗ് ഹാൻഡിലെ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ പരിചയപ്പെടുന്നത്. സോ വെൽക്കം ബാക്ക് ടു സ്കൂൾ ഷിപ്പ്. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. ആക്ടിവിറ്റി 1, ഗെസ്സിംഗ് ഗെയിം. Choose some words from the unit and act them out. Let your friends guess and find out the words. ആക്ടിവിറ്റി 1 എന്താണ് നമ്മളോട് പറയുന്നത്? പാഠത്തിൽ നിന്നും കുറച്ച് വേർഡ്സ് കണ്ടെടുക്കണം. എന്നിട്ടോ ആ വേർഡ്സിനെ നമ്മുടെ കൂട്ടുകാരുടെ മുൻപിൽ ക്ലാസ്സിൽ അഭിനയിച്ച് കാണിക്കണം. ഇഫ് യുവർ ഫ്രണ്ട്സ് ക്യാൻ ഗസ് ദ വേർഡ്, ദേ വിൽ ബി ദ വിന്നേഴ്സ്. നമ്മുടെ ഫ്രണ്ട്സിന് നമ്മളിങ്ങനെ അഭിനയിച്ച് കാണിക്കുന്ന വേർഡ് ഏതാണെന്ന് മനസ്സിലാവുകയാണെങ്കിൽ അവരായിരിക്കും വിജയി. If your friends fail to find out the word, you will be the winner. നമ്മൾ അഭിനയിച്ച് കാണിക്കുമ്പോൾ നമ്മുടെ കൂട്ടുകാർക്ക് അത് ഏത് വേർഡാണെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ തന്നെയായിരിക്കും വിജയി. അപ്പൊ നമുക്ക് നോക്കാം ഏത് വേർഡ്സ് ആണ് നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ ക്ലാസ്സിൽ അവതരിപ്പിക്കാൻ പറ്റുന്നതെന്ന്. ഒരു 4 വേർഡ്സ് മിസ് ഇവിടെ പരിചയപ്പെടുത്താം. ഒന്ന് നോക്കൂ, ഗ്രീൻ. എന്താണ് ഗ്രീൻ? നല്ല സൗമ്യമായിട്ട് പുഞ്ചിരിക്കുന്നതിനെയാണ് ഗ്രീൻ എന്ന് പറയുന്നത്. തോട്ട്ഫുൾ എന്ന് പറയുമ്പോൾ ചിന്താധീനനായിട്ടിരിക്കുക, ചിന്തിച്ച് ആലോചനയിൽ മുഴുകിയിരിക്കുക. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങളുടെ ക്ലാസ്സിൽ അഭിനയിച്ച് കാണിക്കാൻ കഴിയുന്ന വാക്കുകളാണ്. ഇനി നോക്കുക, സ്കാമ്പർ എന്താണ്? നമ്മൾ ചെസ്റ്റർ റെക്കൂണിന്റെ പാഠത്തിൽ കണ്ടതാണ് അല്ലെ? എങ്ങനെ ചെറിയ ചുവടുകളായിട്ട് എന്നാൽ വേഗത്തിൽ ഇങ്ങനെ ഓടുന്നതിനെയാണ് സ്കാമ്പർ എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ്സിൽ അഭിനയിച്ച് കാണിക്കാൻ പറ്റും അല്ലെ? അൺഫോൾഡ് എന്ന് പറഞ്ഞാൽ എന്താ? തുറക്കുക, നിവർത്തുക എന്നൊക്കെയാണ്. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ ഈ അൺഫോൾഡ് കാണിക്കാൻ പറ്റുന്ന അഭിനയിച്ച് കാണിക്കാൻ പറ്റുന്ന എന്താണ്? ഒരു അംബ്രല്ല, ഒരു കുട നിവർത്തുന്നത് പോലെ അഭിനയിച്ച് കാണിക്കുക. അപ്പൊ നമുക്കത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ആക്ടിവിറ്റി 2, യു ഹാവ് എൻജോയ്ഡ് റീഡിംഗ് ദ സ്റ്റോറി, ഹാവൻറ്റ് യു? കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ. In the story, Chester Raccoon experiences different feelings. കഥയിൽ ചെസ്റ്റർ റെക്കൂൺ പല തരത്തിലുള്ള ഫീലിങ്സ് ഉണ്ടാവുന്നതായിട്ട് നമ്മൾ കണ്ടു. Some of his feelings are given below in column A. Match them with a suitable emoji given in column B. അപ്പോൾ ചെസ്റ്റർ റെക്കൂണിന് ഓരോ സമയത്തും തോന്നിയ ഫീലിംഗ്, അവന് തോന്നിയ ആ ഫീലിംഗുമായിട്ട് ബന്ധപ്പെട്ട ഇമോജി ചൂസ് ചെയ്യാനാണ് നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് പരസ്പരം കണക്ട് ചെയ്ത് വരയ്ക്കാം. അപ്പൊ നമുക്ക് നോക്കാം ചെസ്റ്റേഴ്സ് ഫീലിങ്സ് ഇമോജി ഏതൊക്കെയാണ് നോക്കാം. വെൻ ഹി ഗെറ്റ്സ് ന്യൂ ഫ്രണ്ട്സ്, അവന് പുതിയ കൂട്ടുകാരെ കിട്ടുമ്പോൾ നമുക്ക് എന്താണ്? സന്തോഷമാണല്ലേ? വി ബിക്കം ഹാപ്പി. അപ്പൊ നോക്കുക ഏത് ഇമോജിയാണ് ആ ഹാപ്പി ആയിട്ടുള്ള ഫേസ്? രണ്ടാമത്തെ അല്ലേ? അപ്പൊ അതുമായിട്ട് കണക്ട് ചെയ്യാം. ഫിയർ ഓഫ് ന്യൂ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ്, പുതിയ വിദ്യാർത്ഥികളെയും ടീച്ചേഴ്സിനെയും ഓർത്തിട്ടുള്ള ഒരു പേടിക്ക് ഏതാണ് നമ്മൾ കൊടുക്കുക? അവസാനത്തെ ഇമോജി ആണല്ലേ? വെൻ മദർ കമ്പൽസ് ഹിം ടു ഗോ ടു സ്കൂൾ, അമ്മ സ്കൂളിലേക്ക് പോകാൻ തന്നെ നിർബന്ധിക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും ഫീൽ ഉണ്ടാവുക? നോക്കുക ഒന്നാമത്തെ ഇമോജി നമുക്ക് കൊടുക്കാല്ലേ? വെൻ ഹി ഗെറ്റ്സ് മദേഴ്സ് കിസ്, അമ്മയുടെ കിസ് കിട്ടുമ്പോൾ എന്താണ്? നമുക്കും ഭയങ്കര ഒരു സന്തോഷവും അതുപോലെ തന്നെ സ്നേഹവും കൂടെ വരുവാണല്ലേ? അപ്പൊ രണ്ടും കൂടെ ചേർന്ന ഇമോജി നോക്കൂ, മൂന്നാമത്തെ ആ ഇമോജി. ഇങ്ങനെ കണക്ട് ചെയ്യാനാണ് നിങ്ങളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആക്ടിവിറ്റി 3, ആർട്ട് ഗാലറി. ക്രിയേറ്റ് ഇംപ്രിന്റ്സ് ഓഫ് ദ കിസ്സിംഗ് ഹാൻഡ് ബൈ ട്രേസിംഗ് യുവർ ഹാൻഡ്സ് ഓൺ എ പീസ് ഓഫ് പേപ്പർ. നിങ്ങളുടെ കൈത്തലം പേപ്പറിൽ വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കാറില്ലേ നമ്മുടെ ക്ലാസ്സിൽ? അപ്പൊ ഇങ്ങനെ വരച്ച് അതിനൊരു കളറൊക്കെ കൊടുക്കാനാണ് നിങ്ങളോട് ഈ ആക്ടിവിറ്റിയിൽ പറഞ്ഞിട്ടുള്ളത്. ആഡ് എ സ്പെഷ്യൽ മെസ്സേജ് ഓൺ ദം ടു ഷോ ദ ലവ് ആൻഡ് സപ്പോർട്ട് ഓഫ് യുവർ ബിലവ്ഡ് വൺസ്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ കളറൊക്കെ കൊടുത്തിട്ട് നിങ്ങളുടെ കൈപ്പത്തിയുടെ പടം ഇങ്ങനെ വരച്ചിട്ട് അതിലൊരു കളർ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്ക്, നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അച്ഛനാണോ അമ്മയാണോ സഹോദരനാണോ അങ്ങനെ ആർക്കാണോ അവർക്കൊരു മെസ്സേജ് അതിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കളർ ഓർ പെയിന്റ് ടു മേക്ക് ദം മോർ അട്രാക്റ്റീവ്. ഹോൾഡ് ആൻ എക്സിബിഷൻ ഇൻ ദ ക്ലാസ് റൂം. എന്നിട്ട് നിങ്ങളുടെ ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാരും എങ്ങനെയാണോ ഇത് വരച്ച് ചെയ്തിട്ടുള്ളത് അതെല്ലാം കളക്ട് ചെയ്തിട്ട് ക്ലാസ്സിൽ ഒരു എക്സിബിഷൻ, ഒരു പ്രദർശനം സംഘടിപ്പിക്കാൻ, ക്ലാസ് മുറിയെ ഒരു ആർട്ട് ഗാലറി ആക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു ചെറിയ മോഡൽ അവിടെ കൊടുത്തിട്ടുണ്ട്, കൈപ്പത്തി വരച്ചിട്ടുണ്ട്, അതിന് കളർ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്താണ് എഴുതിയിരിക്കുന്നത്? ഐ ലവ് യു ഡിയർ ഉമ്മ. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകൾക്കുള്ള ഒരു മെസ്സേജ് നിങ്ങൾക്ക് ഇവിടെ എഴുതാം. നമുക്ക് നോക്കാം ആക്ടിവിറ്റി 4, സം ഈവൻസ് ഫ്രം ദ സ്റ്റോറി ആർ ഗിവൺ ബിലോ ഇൻ എ ജംബിൾഡ് വേ. അപ്പോൾ
കഥയിലെ ചില ഈവൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സംഭവങ്ങൾ. ഇവിടെ എന്തായിട്ട് കൊടുത്തെന്നാ പറഞ്ഞേ? ജംബിൾഡ് വേയിൽ കൊടുത്തു. ജംബിൾഡ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കൊടുത്തു, അല്ലെങ്കിൽ ഓർഡർ തെറ്റിച്ചു കൊടുത്തു. യു മേ അറേഞ്ച് ദം പ്രോപ്പർലി ആൻഡ് റൈറ്റ് ദം ഡൗൺ ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? ഈ കഥയിൽ പല സംഭവങ്ങളും കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത് ശരിക്കുള്ള ഓർഡറിൽ, ശരിക്കുള്ള ക്രമത്തിലല്ല. ആദ്യം വരേണ്ടത് അവസാനം, അവസാനം വരുന്നത് ആദ്യം, അങ്ങനെയൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? അത് കഥയിലെ പോലെ തന്നെ ആക്കി മാറ്റണം. നമുക്ക് നോക്കാം. മിസ് റെക്കൂൺ സെഡ് ഷീ വുഡ് ഷെയർ എ വണ്ടർഫുൾ സീക്രട്ട്. Chester took his mother's hand and kissed her palm. Chester told his mother that he did not want to go to school. Chester danced his way to school as his mother watched. Miss Raccoon kissed Chester in the middle of his palm. നോക്കൂ, ഇതിൽ ഏറ്റവും ആദ്യം വരേണ്ടത് ഏതാണ്? ചെസ്റ്റർ സ്കൂളിൽ പോകാൻ മടിയാണ് നമ്മയോട് പറയുന്ന കാര്യം, അല്ലേ? അപ്പൊ ഏതാണ്? ചെസ്റ്റർ told his mother that he did not want to go to school. പിന്നെ ഏതാണ് വരുന്നത്? അപ്പൊ മടി മാറാൻ അമ്മ കുറച്ച് വിദ്യകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് എന്ത് പറയുന്നത്? ഒരു സൂത്രം, ഒരു സീക്രട്ട്, ഒരു രഹസ്യമുണ്ടെന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ ഏത് വരണം? മിസ് റെക്കൂൺ സെഡ് ഷീ വുഡ് ഷെയർ എ വണ്ടർഫുൾ സീക്രട്ട്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇത് എങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടതെന്ന്? ആദ്യം വരുന്നത് നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്നും ആദ്യം എഴുതണം, അതിനുശേഷം വരുന്നത്, അങ്ങനെ നമ്മൾ ആ കഥയിലെ പോലെ ഓർഡറിൽ എഴുതണം. ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. Chester told his mother that he did not want to go to school. ഇതാണ് ഒന്നാമത്തേത്. Miss Raccoon said she would share a wonderful secret. ഇതാണ് രണ്ടാമത്തേത്. Miss Raccoon kissed Chester in the middle of his palm. മൂന്നാമത്തേത്. Chester took his mother's hand and kissed her palm. നാലാമത്തേത്. Chester danced his way to school as his mother watched. അഞ്ചാമത്തേത്. ഇപ്പൊ ഇത് മനസ്സിലായല്ലോ? ആക്ടിവിറ്റി 5. ചെസ്റ്റർ റെക്കൂൺ ഡസന്റ് വാണ്ട് ടു ഗോ ടു സ്കൂൾ. അല്ലെ, ചെസ്റ്റർ സ്കൂളിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. ഹിസ് മദർ കമ്പൽസ്. അപ്പൊ അവന്റെ അമ്മ എന്ത് ചെയ്യാണ്? അവനെ കമ്പൽ ചെയ്യുകയാണ്. കമ്പൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിർബന്ധിക്കുകയാണ്. ഹിയർ ഈസ് എ പാർട്ട് ഓഫ് ദ കോൺവെർസേഷൻ ദാറ്റ് ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ ദം. ഇവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത്? അമ്മയും മകനും തമ്മിൽ, അതായത് ചെസ്റ്റർ റെക്കൂണും ചെസ്റ്റർ റെക്കൂണിന്റെ അമ്മയും തമ്മിൽ നടന്നിരിക്കാൻ ഇടയുള്ള ഒരു കോൺവെർസേഷൻ, ഒരു സംഭാഷണത്തിന്റെ ഭാഗമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മളോട് എന്താ പറയുന്നത്? കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ആൻഡ് റോൾ പ്ലേ ഇറ്റ്. ഈ കോൺവെർസേഷൻ നമ്മൾ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യണം. അത് മാത്രമല്ല, നിങ്ങളുടെ ക്ലാസ് റൂമിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ചെസ്റ്റർ റെക്കൂണും അമ്മയുമായിട്ട് നിങ്ങൾ പരസ്പരം ഇത് പെയറായിട്ട് എന്ത് ചെയ്യണം? ഇത് അഭിനയിക്കണം, റോൾ പ്ലേ ചെയ്യാൻ കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് തുടങ്ങിയിരിക്കുന്നത്? ചെസ്റ്റർ, ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. അമ്മ, എനിക്ക് സ്കൂളിൽ പോകണ്ട. അപ്പൊ എന്ത് പറയും നമ്മുടെ ചെസ്റ്റർ റെക്കൂണിന്റെ അമ്മ? നമുക്ക് നോക്കാം. ഒരു മോഡൽ കോൺവെർസേഷൻ നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. മദർ, ഓ ഡിയർ, സ്കൂൾ ഈസ് എ വണ്ടർഫുൾ പ്ലേസ്. അപ്പൊ അമ്മ എന്താ പറയുന്നത്? സ്കൂൾ എന്ന് പറയുന്നത് മനോഹരമായ ഒരു സ്ഥലമാണ് കുഞ്ഞേന്ന് പറയുന്നു. ചെസ്റ്റർ, വൈ ക്യാൻ യു ടീച്ച് മീ? അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക് എന്നെ പഠിപ്പിച്ച പോരെ? മദർ, ദർ ആർ ലോഡ്സ് ഓഫ് തിങ്സ് ടു ലേൺ മൈ ബോയ്. ഒരുപാട് അധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട് മോനെ എന്ന് അമ്മ പറയും. ചെസ്റ്റർ, ബട്ട് ഐ എം ആങ്ഷ്യസ് ഓഫ് സ്കൂൾ. അപ്പൊ ചെസ്റ്റർ പറയണം, എനിക്ക് സ്കൂളിനോട് എന്ന് പറയുമ്പോൾ, സ്കൂളിൽ പോവാന്ന് പറയുമ്പോൾ ഒരു പേടിയാണ്, ഞാൻ ആങ്ഷ്യസ് ആണ്. മദർ, ഇറ്റ്സ് സേഫ് ദേർ ഡിയർ. അവിടെ സേഫ് ആണ് എന്ന് പറയുന്നു. യു വിൽ ഗെറ്റ് മെനി ഫ്രണ്ട്സ്. നിനക്ക് ഒത്തിരി കൂട്ടുകാരെ അവിടെ കിട്ടും. ചെസ്റ്റർ, ബട്ട് ഐ വിൽ മിസ് യു മാ. പക്ഷെ അമ്മേനെ എനിക്ക് മിസ് ചെയ്യും, എന്താ അമ്മേനെ കാണാതെ എനിക്ക് വിഷമം വരുമെന്ന് ചെസ്റ്റർ പറയണം. അപ്പൊ നോക്കുക, മദർ പറയുന്നു, ഐ ഹാവ് എ സീക്രട്ട് ഫോർ യു. എനിക്ക് നിന്നോട് പറഞ്ഞു തരാൻ ഒരു രഹസ്യമുണ്ട്. ചെസ്റ്റർ, വാട്ട് ഈസ് ദാറ്റ് സീക്രട്ട്? എന്താണ് ആ സീക്രട്ട്? മദർ, കം വിത്ത് മീ, ഐ ഷോ യു. എൻ്റെ കൂടെ വരൂ, ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് പറയുന്നത്. അപ്പോൾ ഒരു 10 ലൈൻസ് ആണ് ഇപ്പൊ നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പൊ ഇത്രയും മതി. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ബാക്കി ഭാഗമാണ് എഴുതാൻ താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ആ ഭാഗം എഴുതാം. ഇതൊരു മോഡലാണ്. നോക്കൂ, ആക്ടിവിറ്റി 6. ചെസ്റ്റർ ആൻഡ് ഹിസ് മദർ വിസിറ്റ് ദി ഓഫീസ് ഓഫ് ദ സ്കൂൾ. അപ്പൊ ചെസ്റ്ററും അമ്മയും എവിടെ ചെന്നിരിക്കുകയാണ്? നമ്മുടെ സ്കൂളിന്റെ ഓഫീസിൽ ചെന്നിരിക്കുകയാണ്. ചെസ്റ്റർ ലുക്സ് അറൗണ്ട്. അപ്പൊ ചെസ്റ്റർ എന്ത് ചെയ്യാണ്? ചുറ്റും ഇങ്ങനെ നോക്കുകയാണ്. ഹിയർ ഇസ് വാട്ട് ഹി സീസ്. അപ്പൊ ഇവിടെ നമ്മൾ കാണിച്ചിട്ടുള്ളത് എന്താ? അവൻ എവിടെ എന്തൊക്കെയാണ് കണ്ടതെന്നാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഡിസ്ക്രൈബ് ഇറ്റ്. അത് ഡിസ്ക്രൈബ് ചെയ്യാൻ, അവിടെ എന്തൊക്കെ അവൻ കണ്ടു എന്ന് എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്.
ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കേ, എന്തൊക്കെയാണ് നിങ്ങൾ ഈ ഓഫീസിൽ കാണുന്നത്? ആരെയൊക്കെയാണ് കാണുന്നത്? ആ, ഇവിടെ എത്ര ആളുകളുണ്ട് മൊത്തത്തില്? ചെസ്റ്റർ റെക്കൂൺ ഉണ്ട്, ചെസ്റ്റർ റെക്കൂണിന്റെ അമ്മയുണ്ട്, പിന്നെ ആരാ? ഒരു ടേബിളിന് മുമ്പിൽ ഒരാൾ ഇരിക്കുന്നുണ്ടല്ലോ, അതാരാ? ഹെഡ് മാസ്റ്റർ ഉണ്ട്. ഹെഡ് മാസ്റ്ററുടെ അടുത്ത് ഒരു ടീച്ചർ നിൽക്കുന്നുണ്ട്. പിന്നെ 2 ടീച്ചേഴ്സ് അവിടെ ഒരു സൈഡിൽ ഇരിക്കുന്നുണ്ട്. പിന്നെ എന്തൊരു ഫാൻ ഉണ്ട്, പിന്നെ ടേബിൾ ഉണ്ട്, ടേബിളിൽ ബുക്ക് ഉണ്ട്, പെന്നുണ്ട്, പിന്നെ നമ്മൾ വോളിലേക്ക് നോക്കുവാണെങ്കിൽ ക്ലോക്ക് ഉണ്ട്, കലണ്ടർ ഉണ്ട്, പിന്നെയോ ABC സ്കൂൾ എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് ഉണ്ട് അല്ലെ, നിലത്തൊരു മാറ്റ് ഉണ്ട്. അങ്ങനെ കുറേയധികം കാര്യങ്ങൾ നമുക്ക് കാണാം. ഇനി വാതിലിനുള്ളിലൂടെ അപ്പുറത്തേക്ക് നോക്കുവാണെങ്കിലോ, അപ്പുറത്തൊരു ക്ലാസ് ഉണ്ട്, ആ ക്ലാസ്സിൽ ടീച്ചർ നിൽക്കുന്നതും ഒക്കെ നമുക്ക് കാണാം. അപ്പൊ നമുക്ക് നോക്കാം, നമുക്ക് ചെറിയൊരു കുറിപ്പ് മതി. അപ്പൊ ചെറിയൊരു കുറിപ്പ് എഴുതാൻ വേണ്ടി ഉള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടെടുക്കുക, എന്നിട്ട് അത് എഴുതാം. ദ സ്കൂൾ ഓഫീസ് ഈസ് എ ബിഗ് റൂം. ഇപ്പൊ സ്കൂൾ ഓഫീസ് എന്ന് പറയുന്നത് ഒരു വലിയ മുറിയാണ്. ദർ ഇസ് എ ടേബിൾ ഇൻ വൺ സൈഡ് ഓഫ് ദ റൂം. അപ്പോൾ ഈ മുറിയുടെ ഒരു സൈഡിൽ എന്തുണ്ട്? ഒരു ടേബിൾ ഉണ്ട്. ദ ഹെഡ് മാസ്റ്റർ സിറ്റ്സ് ഓൺ എ ചെയർ ബിഹൈൻഡ് ദ ടേബിൾ. അപ്പൊ ഹെഡ് മാസ്റ്റർ ഈ ടേബിളിന്റെ പുറകിൽ ഒരു ചെയറിൽ ഇരിക്കുന്നു. ഹി വിയേഴ്സ് എ ബ്ലൂ കോട്ട്. അപ്പോൾ ഹെഡ് മാസ്റ്റർ എന്താണ്? ഒരു ബ്ലൂ കോട്ട് ധരിച്ചിട്ടുണ്ട്. ഹി ഹാസ് എ ബുക്ക് ആൻഡ് എ പെൻ ഓൺ ദ ടേബിൾ. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ബുക്കും ഒരു പേനയും അദ്ദേഹത്തിന്റെ ടേബിളിന് മുകളിലുണ്ട്. എ നെയിം പ്ലേറ്റ് ഷോയിങ് ABC സ്കൂൾ is placed on the wall. അപ്പോൾ വോളില് ABC സ്കൂൾ എന്ന് എഴുതിയിട്ടുള്ള ഒരു നെയിം പ്ലേറ്റ് നമുക്ക് കാണാം. എ ക്ലോക്ക് ആൻഡ് എ കലണ്ടർ ആർ ഓൾസോ ഹാങ്ഡ് ഓൺ ദ വാൾ. അപ്പോൾ വാളില് ഈ പറഞ്ഞ ABC സ്കൂൾ എന്നുള്ള ബോർഡ് കൂടാതെ ഒരു ക്ലോക്കും ഒരു കലണ്ടറും കൂടെ തൂക്കിയിട്ടിട്ടുണ്ട്. ദ ഫാൻ ഓൺ ദ സീലിംഗ് ഈസ് റൊട്ടേറ്റിംഗ്. അപ്പോൾ സീലിംഗിലുള്ള ഫാൻ എന്ത് ചെയ്യാണ്? റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ടീച്ചർ സ്റ്റാൻഡ്സ് ബിസൈഡ് ദ ഹെഡ് മാസ്റ്റേഴ്സ് ടേബിൾ. അപ്പോൾ ഹെഡ് മാസ്റ്ററുടെ ടേബിളിന് അടുത്തായിട്ട് ഒരു ടീച്ചർ നിൽപ്പുണ്ട്. സ്റ്റാൻഡ്സ് എന്നാണ് കേട്ടോ, അവിടെ ഒരു എസ് മിസ്സിംഗ് ഉണ്ട്. 2 other teachers sit on a side bench. അപ്പോൾ 2 ടീച്ചേഴ്സ് കൂടി ഉണ്ട്. അവരെവിടെ ഇരിക്കുകയാണ്? ഒരു സൈഡ് ബെഞ്ചിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ആ കുറിപ്പിന് വേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് ആക്ടിവിറ്റി 7ലേക്ക് പോകാം. ചെസ്റ്റർ കംസ് ടു ദ ക്ലാസ് ആൻഡ് സിറ്റ്സ് ഓൺ ദ ഫ്രണ്ട് ബെഞ്ച്. അങ്ങനെ ചെസ്റ്റർ എന്ത് ചെയ്തു? പുതിയ അക്കാദമിക് ഇയർ, പുതിയ അധ്യയന വർഷമായി, സ്കൂൾ എന്താണ് ഓപ്പൺ ചെയ്തു. അപ്പൊ ചെസ്റ്റർ ക്ലാസ്സിലെത്തി 1ാമത്തെ ബെഞ്ചിൽ തന്നെ ഇരിക്കുകയാണ്. ഹിസ് ടീച്ചർ കംസ് ആൻഡ് ഇൻട്രൊഡ്യൂസസ് ഹെർസെൽഫ്. അപ്പൊ നമ്മുടെയൊക്കെ ടീച്ചേഴ്സ് ചെയ്ത പോലെ ടീച്ചർ വന്നു. ടീച്ചർ എന്നിട്ട് തന്നെ എന്ത് ചെയ്തു? പരിചയപ്പെടുത്തി അല്ലെ? സെൽഫ് ഇൻട്രൊഡക്ഷൻ കേട്ടിട്ടില്ലേ? സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുത്തു. ഷീ ആസ്ക്ഡ് ദ സ്റ്റുഡൻസ് ടു ഇൻട്രൊഡ്യൂസ് ദംസെൽസ്. എന്നിട്ട് ടീച്ചർ എന്ത് ചെയ്തു? ഓരോ കുട്ടികളോടും അവരവരെ കുറിച്ച് പറയാൻ പറഞ്ഞു. നിങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവൂലേ ക്ലാസ്സിന്റെ മുമ്പിൽ വന്നിട്ട് മൈ നെയിം ഈസ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ? ചെസ്റ്റർ സ്റ്റാൻഡ്സ് അപ്പ് ആൻഡ് ഇൻട്രൊഡ്യൂസസ് ഹിംസെൽഫ്. അപ്പൊ നമ്മുടെ ചെസ്റ്റർ എഴുന്നേറ്റ് നിന്നിട്ട് അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ, പരിചയപ്പെടുത്താൻ തുടങ്ങി. ഹിയർ ഈസ് ഹിസ് സെൽഫ് ഇൻട്രൊഡക്ഷൻ. അപ്പൊ ഇങ്ങനെയാണ് ചെസ്റ്റർ പറഞ്ഞത്. മൈസെൽഫ്. എന്താണ് ചെസ്റ്റർ പറഞ്ഞത് നമുക്ക് നോക്കാം. ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്. അപ്പൊ ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ് എന്ന് എല്ലാവരെയും ഇങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഐ എം ചെസ്റ്റർ റെക്കൂൺ. ഐ എം ചെസ്റ്റർ റെക്കൂൺ. ഐ എം ഫ്രം ദ ഫോറസ്റ്റ്. ഞാൻ ഫോറസ്റ്റിൽ നിന്നാണ് വരുന്നത്. മൈ ഫാദർ ഈസ് മിസ്റ്റർ റെക്കൂൺ. എൻ്റെ അച്ഛനാരാണ്? മിസ്റ്റർ റെക്കൂൺ. മൈ മദർ ഈസ് ചെൽസ റെക്കൂൺ. എൻ്റെ അമ്മ ചെൽസ റെക്കൂൺ. ഐ ലവ് മൈ പാരൻസ്. എനിക്ക് എൻ്റെ മാതാപിതാക്കളെ ഒത്തിരി ഇഷ്ടമാണ്. ഐ ലൈക്ക് റണ്ണിങ്, ജമ്പിങ് ആൻഡ് പ്ലേയിങ്. എനിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ ഇഷ്ടം? ഓട്ടം, ചാട്ടം, കളികൾ, ഇതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഇതൊക്കെ അവൻ്റെ എന്താണ്? ഹോബീസ് ആണ് കേട്ടോ. നമ്മൾ ഒഴിവ് സമയങ്ങളിലൊക്കെ ഫ്രീ ടൈമിലൊക്കെ ചെയ്യുന്ന കാര്യങ്ങളില്ലേ, അതിനെയാണ് എന്ത് പറയുക? ഹോബീസ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഐ വുഡ് ലൈക്ക് ടു ഗെറ്റ് ന്യൂ ഫ്രണ്ട്സ് ഹിയർ. ഇനി അവസാനമായിട്ട് ചെസ്റ്റർ റെക്കൂൺ പറയാണ്, ഇവിടെ ഒത്തിരി പുതിയ കൂട്ടുകാരെ കിട്ടുമെന്ന് ഓർത്ത് ഞാൻ എന്താണ്? വളരെ സന്തോഷത്തിലാണ്. എനിക്കത് ഭയങ്കര ആഗ്രഹമാണ്, അല്ലെങ്കിൽ ഞാനത് ഒത്തിരി ഇഷ്ടപ്പെടുന്നു, കുറെ കുട്ടികളെ ഇവിടെ കൂട്ടുകാരായി കിട്ടുമെന്നത്. Now introduce yourself to the class. ഇനി നിങ്ങളോട് പറയുന്നത് എന്താണ്? ക്ലാസ്സിൽ പറയാൻ വേണ്ടി നിങ്ങളും ഇതുപോലെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ, അതായത് നമ്മളെ തന്നെ പരിചയപ്പെടുത്തുന്ന ഒരു കുറിപ്പ് എന്ത് ചെയ്യണം? എഴുതണം. How will you introduce yourself? You may write in the space provided. അപ്പൊ എങ്ങനെയാണ് നിങ്ങളത് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നാണ് ചോദിച്ചത്. നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്. അപ്പൊ ചെസ്റ്റർ പറഞ്ഞ പോലെ നമ്മളും എല്ലാവർക്കും എന്താണ്? ഒരു ഗുഡ് മോർണിംഗ് വിഷ് ചെയ്തു അല്ലെ? ഐ എം മീനു. ഐ എം ഫ്രം കോഴിക്കോട്. ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത്. മൈ ഫാദർ ഈസ് മിസ്റ്റർ രവി. എൻ്റെ അച്ഛൻ മിസ്റ്റർ രവി. ഹീസ് എ ഫാമർ. അച്ഛനൊരു കർഷകനാണ്.
മൈ മദർ ഈസ് മിസ് സുജ. അമ്മയുടെ പേര് സുജ. ഷീ ഈസ് എ ഹോം മേക്കർ. അമ്മ ഒരു വീട്ടമ്മയാണ്, ഹോം മേക്കർ ആണ്. ഐ ഹാവ് എ ബ്രദർ ആൻഡ് എ സിസ്റ്റർ. എനിക്കൊരു സഹോദരനും ഒരു സഹോദരിയുമുണ്ട്. മൈ ബ്രദേഴ്സ് നെയിം ഈസ് നിഖിൽ. എൻ്റെ സഹോദരന്റെ പേര്, ബ്രദറിന്റെ നെയിം എന്താണ്? നിഖിൽ. മൈ സിസ്റ്റേഴ്സ് നെയിം ഈസ് നീതു. സിസ്റ്ററിന്റെ പേര് നീതു. ഐ ലവ് മൈ ഫാമിലി. ഞാൻ എൻ്റെ ഫാമിലി ഒത്തിരി ഇഷ്ടപ്പെടുന്നു. ഐ ലൈക്ക് സ്വിമ്മിങ്, സൈക്ലിംഗ് ആൻഡ് പ്ലേയിങ് ഫുട്ബോൾ. അപ്പൊ എനിക്ക് എന്തൊക്കെയാണ് ഇഷ്ടം? എന്തൊക്കെയാണ് മീനുവിന്റെ ഹോബി ആയിട്ട് പറഞ്ഞത്? സ്വിമ്മിങ്, സൈക്ലിംഗ്, ഫുട്ബോൾ കളിക്കുക. ഐ വുഡ് ലൈക്ക് ടു ഗെറ്റ് ന്യൂ ഫ്രണ്ട്സ് ഹിയർ. ഇവിടെ പുതിയ കൂട്ടുകാരെ കിട്ടുമെന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഒരു സെൽഫ് ഇൻട്രഡക്ഷൻ ആണ് നമ്മളും എഴുതേണ്ടത്. അപ്പൊ ഈ ഒരു മോഡലിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ. ആക്ടിവിറ്റി എ. When Chester and his mother reached school, they happened to see a notice board. അപ്പോൾ ചെസ്റ്ററും അമ്മയും സ്കൂളിലെത്തിയപ്പോൾ അവരെന്താണ്, ഒരു നോട്ടീസ് ബോർഡ് കണ്ടു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ നോട്ടീസ് ബോർഡ്? നിങ്ങളുടെ സ്കൂളിലൊക്കെ ഉണ്ടാവും അല്ലേ? നോട്ടീസ് ബോർഡ് ഉണ്ടാവും. അതുപോലെ തന്നെ ഭിത്തിയിലൊക്കെ ചാർട്ട് പേപ്പർ ഒക്കെ ഒട്ടിച്ചിട്ടുണ്ടാവും, പോസ്റ്റർ ഉണ്ടാവും അല്ലേ? അപ്പൊ നോട്ടീസ് ബോർഡ് എന്തിനാണ്? നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ അവിടെ എന്ത് ചെയ്യും? പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഈ നോട്ടീസ് ബോർഡിൽ എന്താ നമുക്ക് നോക്കാം. ലെറ്റ്സ് റീഡ് ദ നോട്ടീസ്. നോട്ടീസ് ബോർഡിൽ കൊടുത്തേക്കുന്നത് ഡൂസ് ആൻഡ് ഡോൺസ്. ഡൂസ് എന്ന് പറഞ്ഞാൽ ചെയ്യാവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. ഡോൺസ് എന്ന് പറഞ്ഞാൽ ചെയ്യരുതാത്ത കാര്യങ്ങൾ. നോക്കാം. ഡൂസ്: അറ്റൻഡ് ദ ക്ലാസ് റെഗുലർലി. ക്ലാസ് കൃത്യമായി അറ്റൻഡ് ചെയ്യുക. ഫോളോ യുവർ ടീച്ചേഴ്സ് ഇൻസ്ട്രക്ഷൻസ്. ടീച്ചറുടെ ഇൻസ്ട്രക്ഷൻ എന്താണ്? ഫോളോ ചെയ്യുക, പാലിക്കുക. കംപ്ലീറ്റ് അസൈൻമെന്റ്സ് ഓൺ ടൈം. അസൈൻമെന്റ്സ് എന്താണ്? കറക്റ്റ് ടൈമിൽ കംപ്ലീറ്റ് ചെയ്യുക, പൂർത്തിയാക്കുക. റീച്ച് ദ സ്കൂൾ ഓൺ ടൈം. സ്കൂളിൽ കറക്റ്റ് സമയത്ത് എത്തുക. കീപ് ദ സ്കൂൾ ക്ലീൻ. സ്കൂൾ ക്ലീൻ ആക്കി വെക്കുക. ഇതൊക്കെയാണ് നമ്മൾ കണ്ട നോട്ടീസ് ബോർഡിൽ ഡൂസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് ആരോടായിരിക്കും പറയുന്നത്? ടീച്ചേഴ്സിനോടും സ്റ്റുഡൻസിനും ഒക്കെയുള്ള നിർദ്ദേശങ്ങളാണ് അല്ലേ? ഇനി എന്തൊക്കെ ഡോൺസ് ആ നോക്കിക്കേ. ഡോണ്ട് സ്കിപ്പ് ദ മോർണിംഗ് അസംബ്ലി. മോർണിംഗ് അസംബ്ലി സ്കിപ്പ് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ മോർണിംഗ് അസംബ്ലിയിൽ എല്ലാവരും പങ്കെടുക്കണം. ഡോണ്ട് ബ്രിങ് മൊബൈൽ ഫോൺസ്. മൊബൈൽ ഫോൺ കൊണ്ടുവരരുത്. ഡോണ്ട് യൂസ് അബ്യൂസീവ് ലാംഗ്വേജ്. അതായത് അബ്യൂസീവ് ലാംഗ്വേജ്, മറ്റുള്ളവരെ എന്താണ് മോശക്കാരാക്കുന്ന തരത്തിലുള്ള വേർഡ്സോ ഒന്നും നമ്മൾ ഉപയോഗിക്കരുത്. ഡോണ്ട് ഡാമേജ് സ്കൂൾ പ്രോപ്പർട്ടി. സ്കൂൾ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ എന്താ? നമ്മുടെ ഡെസ്ക്, ബെഞ്ച്, അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊന്നും ഡാമേജ് ചെയ്യരുത്, നശിപ്പിക്കരുത്. ഡോണ്ട് ലിറ്റർ ദ സ്കൂൾ പ്രിമൈസസ്. ലിറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് വേസ്റ്റ് സാധനങ്ങളൊക്കെ വലിച്ചെറിയാണ്. അപ്പം നമ്മുടെ സ്കൂൾ കോമ്പൗണ്ടിൽ വേസ്റ്റ് സാധനങ്ങളൊന്നും വലിച്ച് എറിയരുതെന്നാണ് പറയുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ കണ്ടത് എന്താ? ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യരുതാത്ത കാര്യങ്ങളും എഴുതിയിരിക്കുന്നതാണ്. അപ്പൊ നമ്മളോട് പറയുന്നത് എന്താ നോക്കിക്കേ. ഇമാജിൻ വൺ ഓഫ് യുവർ ടീച്ചേഴ്സ് ഇസ് ഓൺ ലീവ്. നമ്മുടെ ടീച്ചർ ഒരു ദിവസം ലീവ് ആണെന്ന് കരുതുക. റൈറ്റ് ഡൗൺ ദ ഡൂസ് ആൻഡ് ഡോൺസ് ടു ബി ഒബ്സർവ്ഡ് ഇൻ യുവർ ക്ലാസ് ഇൻ ദി ആബ്സെൻസ് ഓഫ് ദ ടീച്ചർ. അപ്പൊ നമ്മുടെ ടീച്ചർ എന്ന് ലീവാണ്, അപ്പൊ നമ്മുടെ ക്ലാസ് റൂമിലാണ്. അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യരുത് എന്ന് നമ്മൾ എന്ത് ചെയ്യുക? ലിസ്റ്റ് ഡൗൺ ചെയ്യുക, എഴുതുക എന്നാണ് പറഞ്ഞത്. 2 കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഡൂസ് നോക്കാം. എൻഗേജ് ഇൻ ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ്. അപ്പൊ എന്താണ്? ക്രിയേറ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ, അതായത് ചിത്രം വരയ്ക്കുക, അല്ലെങ്കിൽ കഥ എഴുതുകയോ പാട്ട് പാടുക, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യാം? സമയം ചിലവഴിക്കാം. പിന്നെ ഡോണ്ട് എന്താ കൊടുത്തേക്ക് നോക്കിയേ. ഡോണ്ട് ഡിസ്റ്റർബ് അതർ ക്ലാസ്സസ്. മറ്റ് ക്ലാസ്സുകളിൽ പോയി ഒച്ച ഉണ്ടാക്കുക, ശല്യം ചെയ്യുക, ഇതൊന്നും ചെയ്യരുത്. അപ്പൊ എന്താണ് സംഭവം എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമ്മളോട് ഇതുപോലെ എഴുതാനാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് കുറച്ച് ഡൂസ് എഴുതി നോക്കാം അല്ലെ. കംപ്ലീറ്റ് ദി അസൈൻമെന്റ്സ്. അസൈൻമെന്റ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. അപ്പൊ ടീച്ചർ ക്ലാസ്സിലില്ല, അപ്പൊ നമുക്ക് എന്താണ്? ഒഴിവ് സമയമാണ്. അപ്പൊ നമുക്ക് ആ സമയത്തിരുന്ന അസൈൻമെന്റ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാം അല്ലെ. പിന്നെയോ കീപ് സൈലൻസ് ഇൻ ദ ക്ലാസ് റൂം. ക്ലാസ് റൂമിൽ നിശബ്ദത പാലിക്കുക. എന്താണ്? ഒച്ചപ്പാടുണ്ടാക്കാതെ ഇരിക്കുക. റീഡ് ബുക്സ് ഫ്രം യുവർ ക്ലാസ് ലൈബ്രറി. ക്ലാസ് ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങൾ എടുത്ത് വായിക്കുക. പ്രിപ്പയർ ഫോർ യുവർ എക്സാംസ്. നിങ്ങളുടെ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക, പഠിക്കുക. ടൈഡി ദ ക്ലാസ് റൂം. ക്ലാസ് റൂം വൃത്തിയായി സൂക്ഷിക്കുക. അപ്പൊ ഇതൊക്കെ എന്താണ്? ടീച്ചർ ക്ലാസ്സിൽ ഇല്ലാത്ത ഒരു അവസരം വന്നാൽ നമുക്ക് ചെയ്യാവുന്ന അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്, ഡൂസ് ആണ് അല്ലെ. ഇനി എന്തൊക്കെയായിരിക്കും ഡോൺസ്? നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. ഡോണ്ട് ഡിസ്റ്റർബ് അതർ സ്റ്റുഡൻസ്.
മറ്റു കുട്ടികളെ ശല്യം ചെയ്യാതിരിക്കുക. ക്ലാസ്സിൽ ടീച്ചർ ഇല്ലെങ്കിൽ മറ്റു കുട്ടികളെ നമ്മൾ ശല്യം ചെയ്യാറുണ്ടോ? ചെയ്യരുത് കേട്ടോ. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. സമയം പാഴാക്കാതെ ഇരിക്കുക. ഡോണ്ട് ത്രോ വേസ്റ്റ് ഹിയർ ആൻഡ് ദിയർ. അവിടെയും ഇവിടെയും എന്താണ് വേസ്റ്റ്, മാലിന്യങ്ങൾ, ചപ്പുചവറുകളൊന്നും വലിച്ചെറിയാതെ ഇരിക്കുക. ഡോണ്ട് ഫൈറ്റ് വിത്ത് ക്ലാസ്മേറ്റ്സ്. ക്ലാസ്മേറ്റ്സുമായിട്ട് അടി കൂടുക, വഴക്ക് കൂടുക, ഇതൊന്നും പാടില്ല. ഡോണ്ട് ലീവ് ക്ലാസ് വിത്തൗട്ട് പെർമിഷൻ. അപ്പൊ ടീച്ചർ ക്ലാസ്സിലില്ല എന്ന് പറഞ്ഞ് എന്താണ് മറ്റു ടീച്ചേഴ്സിനോട് ചോദിക്കാതെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പോകാൻ പാടുണ്ടോ? ഇല്ല. അപ്പോൾ അങ്ങനെ പെർമിഷൻ ഇല്ലാതെ ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് പോകരുത്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഡോൺസ് ആയിട്ട് എഴുതാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഇത് എഴുതുക മാത്രമല്ല, ഈ ഡൂസും ഡോൺസും ഒക്കെ എന്താണ് നമ്മളും ക്ലാസ്സിൽ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങളാണ്. ഓക്കെ, ആക്ടിവിറ്റി 9. Read the following sentences from the story and note the words underlined. I want to play with my friends. Underlined word ഏതാ? With. I want to swing on the swing. On. I don't want to go to school. To. Chester felt his mother's kiss rush from his hand. From. അപ്പോൾ ഈ അണ്ടർലൈൻ ചെയ്ത വേർഡ്സ് നോക്കിക്കേ. With, on, to, from. Pick out a few similar sentences from the story and write them down below. അപ്പൊ ഇതുപോലത്തെ വേർഡ്സ് വരുന്ന ചില സെന്റൻസുകൾ, വാക്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ കഥയിൽ നിന്നും എടുത്ത് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. എന്താണ് ഈ വേർഡ്സ് എന്നറിയാമോ? ഈ വിത്ത്, ഓണ്, ടു, ഫ്രം, ഇതൊക്കെ പൊതുവിൽ പറയുന്ന പേരാണ്. ഈ ഒരു ഗ്രൂപ്പുകൾക്ക് പറയുന്ന പേര്, ഗ്രൂപ്പ് ഓഫ് വേർഡ്സിന് പറയുന്ന പേരാണ് പ്രിപ്പോസിഷൻസ്. ഓക്കെ, പ്രിപ്പോസിഷൻസ് എന്നാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, മുകളിൽ, താഴെ, അടുത്ത്, ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടി നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന പദങ്ങളെയാണ് നമ്മൾ ഈ പ്രിപ്പോസിഷൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ വലിയ ക്ലാസ്സുകളിൽ അത് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഓക്കെ, അപ്പൊ ഇപ്പൊ നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ ഇതുപോലെയുള്ള വേർഡ്സ് ഉള്ള സെന്റൻസുകൾ കുറച്ചെണ്ണം എടുത്ത് എഴുതാം. നോക്കിക്കേ, കുറച്ച് സെന്റൻസുകൾ മിസ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, നോക്കാം. ഐ ലേൺ ഇറ്റ് ഫ്രം മൈ മദർ. അവിടെ നോക്കാം, ഫ്രം ആണ് എന്ത്? ഒരു പ്രിപ്പോസിഷൻ. Chester felt his mother's kiss rush from his hand up his arm and into his heart. ഇവിടെയോ ഫ്രം ഉണ്ട്, അതുപോലെ തന്നെ into. ഇതൊക്കെ എന്താണ്? പ്രിപ്പോസിഷൻസ് ആണ്. അപ്പോൾ ഫ്രം എന്ന് പറയുമ്പോൾ ഐ ലേൺ ഇറ്റ് ഫ്രം മൈ മദർ. ഞാൻ എൻ്റെ അമ്മയിൽ നിന്ന് ഇത് പഠിച്ചു. രണ്ടാമത്തെ സെന്റൻസിലോ ചെസ്റ്റർക്ക് തോന്നി എന്താണ്? അമ്മ തന്ന ആ കിസ് എന്താണ്? അവന്റെ ഹാൻഡിൽ നിന്ന് അത് വേഗത്തിൽ ഇങ്ങനെ തന്റെ ഹൃദയത്തിലേക്ക് എത്തിയതായിട്ട് അവന് തോന്നി എന്ന് പറഞ്ഞു. ഷീ ടുക്ക് ചെസ്റ്റേഴ്സ് ഹാൻഡ് ആൻഡ് കെയർഫുള്ളി റാപ്ഡ് ഹിസ് ഫിംഗേഴ്സ് അറൗണ്ട് ദ കിസ്. അപ്പോൾ കിസ്സിന് ചുറ്റും എന്ന അർത്ഥത്തിലാണ് ഇവിടെ അറൗണ്ട് ദ കിസ് ഉപയോഗിച്ചിട്ടുള്ളത്. ചെസ്റ്റർ സ്റ്റുഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് സ്കൂൾ. ഇൻ ഫ്രണ്ട് എന്ന് പറയുന്നത് എന്താണ്? സ്കൂളിന്റെ മുൻപിൽ നിന്നു എന്നാണ്. മിസ് റക്കൂൺ വാച്ച്ഡ് ചെസ്റ്റർ സ്കാംബർ അക്രോസ് എ ട്രീ ലിം ആൻഡ് എൻറ്റർ ദ സ്കൂൾ. ഓക്കെ, അപ്പോൾ ചെസ്റ്റർ എന്താണ്? ഒരു ട്രീ ലിംബ്, ഒരു മരത്തടീനെ ക്രോസ് ചെയ്ത് എന്താണ്? സ്കാംബർ എന്ന് പറഞ്ഞാൽ എന്താ? വേഗത്തിൽ ഇങ്ങനെ ചെറിയ ചൂടുകളോടെ ഓടി പോകുന്നത്. അങ്ങനെ പോയത് കണ്ടു, നിന്നു എന്നാണ് പറയുന്നത്. അമ്മ നോക്കി നിൽക്കുവാണല്ലോ ചെസ്റ്റർ പോകുന്നത്. അതാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. എക്രോസ് എന്ന് പറയുമ്പോൾ ഒന്നിന് കുറുകെ നമ്മൾ പോകുന്നതിനാണ്. അങ്ങനത്തെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷനാണ് എക്രോസ് എന്ന് പറയുന്നത്. പ്രിപ്പോസിഷൻസ് നിങ്ങൾ വലിയ ക്ലാസ്സുകളിൽ പഠിക്കും. ഓക്കെ, ആക്ടിവിറ്റി 10 നമുക്ക് നോക്കാം. Here is a conversation between Chester Raccoon and his class teacher. Read and supply the missing words. അപ്പോൾ മിസ്സിംഗ് വേർഡ്സ് അവിടെ എന്താണ്? കുറച്ച് സ്പേസ് കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പൊ ആ മിസ്സിംഗ് വേർഡ്സ്, അതായത് അവിടെ കൊടുക്കാത്ത ആ വേർഡ്സ് ഏതാണെന്ന് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. 4 വേർഡ്സ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ? ഏതൊക്കെയാ? വിത്ത്, ടു, ഫ്രം, ഇൻ. അപ്പൊ ഇതൊക്കെ എന്താ? എന്ത് വേർഡ്സാ? ഇതൊക്കെ എന്താ? പ്രിപ്പോസിഷൻസ് ആണ് അല്ലെ? അപ്പൊ ഈ വേർഡ്സ് അവിടെ ഏത് സ്ഥലത്താണോ കൊടുക്കേണ്ടത് അവിടെ കൊടുക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കിക്കേ. ടീച്ചർ, ഗുഡ് മോർണിംഗ്, കുഡ് യു ടെൽ മീ യുവർ നെയിം? ചെസ്റ്റർ. ഗുഡ് മോർണിംഗ് ടീച്ചർ, ഐ ആം ചെസ്റ്റർ റക്കൂൺ. എന്താണ് ടീച്ചർ ചോദിച്ചത്? ഗുഡ് മോർണിംഗ് വിഷ് ചെയ്തു. എന്നിട്ട് ടീച്ചർ ചോദിച്ചു, നിന്റെ പേര് പറയാമോ? അപ്പൊ ചെസ്റ്റർ പറയുന്നു, ടീച്ചറിനെ തിരിച്ചു വിഷ് ചെയ്യുന്നു, ഗുഡ് മോർണിംഗ്. എന്നിട്ട് പറയുന്നു, ഞാൻ ചെസ്റ്റർ റക്കൂൺ. അപ്പൊ ടീച്ചർ ചോദിക്കുന്നു, വെർ ആർ യു ഫ്രം? വെർ ആർ യു ഫ്രം എന്ന് ചോദിച്ചാൽ നീ എവിടെ നിന്നാണ് വരുന്നത് എന്നാണ്. വെർ ആർ യു ഫ്രം എന്ന് ചോദിച്ചാൽ നീ എവിടെ നിന്നാണ് വരുന്നത്? ചെസ്റ്റർ, ഐ എം ഫ്രം ദ ഫോറസ്റ്റ്. ഞാൻ എവിടെ നിന്ന് വരുന്നു? ഞാൻ ഫോറസ്റ്റിൽ നിന്ന് വരുന്നു.
ഇറ്റ്സ് എ നൈസ് പ്ലേസ്. ഇപ്പൊ നോക്കിക്കേ, ഏത് വേർഡാ നമ്മൾ അവിടെ കൊടുത്തത്? ഫ്രം ആണ് അവിടെ കൊടുക്കേണ്ടത്. കണ്ടോ? ഇത് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. എന്തായിരിക്കും? ഇതൊരു ചോദ്യവും അതിന്റെ ഉത്തരവുമാണ് അല്ലെ? അപ്പൊ ചോദ്യത്തിൽ ഈ ഫ്രം ഉണ്ടായിരുന്നു. കണ്ടോ? വേർ ആർ യു ഫ്രം? ചോദ്യത്തിൽ എന്തുണ്ട്? ഫ്രം ഉണ്ട്. അപ്പൊ ആൻസറിൽ എന്ത് പറഞ്ഞു? ഐ ആം ഫ്രം ദ ഫോറസ്റ്റ്. ഐ ആം ഫ്രം ദ ഫോറസ്റ്റ്. അപ്പൊ ആൻസറിലും അവിടെ വരേണ്ടത് ആ ഫ്രം ആണെന്ന് നമുക്ക് ഒറ്റയടിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇറ്റ്സ് എ നൈസ് പ്ലേസ്. ഫോറസ്റ്റിൽ നിന്നാണ് ഞാൻ വരുന്നത്, അതൊരു നല്ല സ്ഥലമാണ്, മനോഹരമായ സ്ഥലമാണെന്ന് പറഞ്ഞു. ടീച്ചർ, വെൽ വാട്ട് ഡു യു ലൈക്ക് ടു ഡു ഡാഷ് ദ ഫോറസ്റ്റ്. അപ്പൊ അവിടെ തന്നിട്ടില്ല, അപ്പൊ നമ്മളത് എഴുതി ചേർക്കണം. നമുക്ക് നോക്കാം. ഫോറസ്റ്റിൽ എന്ത് ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത് എന്ന രീതിയിലാണ് ടീച്ചർ ചോദിക്കുന്നത്. ഇനി നോക്കിക്കേ, ചെസ്റ്റർ, ഐ ലൈക്ക് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ് ഇൻ ദ ഷെയ്ഡ് ഓഫ് ട്രീസ്. അപ്പോ ഫോറസ്റ്റില് ട്രീസിന്റെ തണലിൽ, ഷെയ്ഡില് കൂട്ടുകാരുടെ ഒപ്പം കളിക്കാനാണ് എനിക്ക് ഇഷ്ടമെന്ന് ചെസ്റ്റർ റെക്കൂഡ് പറയുന്നു. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ വാട്ട് ഡു യു ലൈക്ക് ടു ഡു ഡാഷ് ദ ഫോറസ്റ്റ്. അപ്പം ഫോറസ്റ്റിൽ എന്നാണ് വരേണ്ടത്. ഫോറസ്റ്റിൽ എന്ന് പറയണമെങ്കിൽ നമ്മൾ അവിടെ ഏത് വേർഡ് കൊടുക്കണം? ഇൻ വേണം കൊടുക്കാൻ. ഓക്കെ, ഇനി നോക്കുക. ടീച്ചർ, ദാറ്റ് മസ്റ്റ് ബി ഫൺ. അത് നല്ല രസമായിരിക്കുമല്ലോ. വിച്ച് ഗെയിം ഡു യു ലൈക്ക് ദി മോസ്റ്റ്. ഏത് ഗെയിമാണ് നിനക്ക് ഏറ്റവും ഇഷ്ടം? അപ്പൊ ചെസ്റ്റർ പറയുന്നു, ഐ ലൈക്ക് പ്ലേയിങ് ഹൈഡ് ആൻഡ് സീക്ക് ഡാഷ് മൈ ഫ്രണ്ട്സ്. അപ്പോ ഫ്രണ്ട്സിന്റെ കൂടെ ഹൈഡ് ആൻഡ് സീക്ക്, ഒളിച്ച് കളി കളിക്കാനാണ് എനിക്കിഷ്ടം. അപ്പൊ കൂടെ എന്നതിന് നമ്മൾ കൊടുക്കേണ്ട വേർഡ് എന്താ? വിത്ത്. അപ്പൊ വിത്ത് എന്ന പ്രപ്പോസിഷൻ ആണ് കൂടെ എന്നതിന് വേണ്ടി ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത്. അപ്പോ വിത്ത് മൈ ഫ്രണ്ട്സ്. ടീച്ചർ, ദാറ്റ്സ് ഗ്രേറ്റ് ചെസ്റ്റർ. വെൻ വിൽ യു ഗോ ഡാഷ് യുവർ ഹൗസ്. അപ്പോ എന്താണ് ആ ചോദ്യം? നമുക്ക് ഏകദേശം ഗസ് ചെയ്യാം അല്ലെ? അപ്പം വീട്ടിലേക്ക് എന്നാണ് ഇനി തിരിച്ചു പോകുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ പോകുന്നത് എന്നൊക്കെ ചോദിക്കണമെങ്കിൽ നമുക്ക് അവിടെ വേണ്ട പ്രിപ്പോസിഷൻ ടു ആണ്. കണ്ടോ? വെൻ വിൽ യു ഗോ ടു യുവർ ഹൗസ്. ചെസ്റ്റർ, വെൽ ഐ വിൽ ഗോ ടു മൈ ഹൗസ് ആഫ്റ്റർ 3 days. കണ്ടോ? അതേ ടു തന്നെ നമ്മുടെ ആൻസറിൽ വന്നത്. കണ്ടോ? ഐ വിൽ ഗോ ടു മൈ ഹൗസ് ആഫ്റ്റർ 3 days. അപ്പൊ ഈ ആൻസറിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ടൂവിനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം അല്ലെ? കാരണം ക്വസ്റ്റ്യന്റെ അതേ പാറ്റേണിൽ തന്നെയാണ് ആൻസർ പറഞ്ഞിട്ടുള്ളതെങ്കിൽ എന്തായിരിക്കും നമ്മൾ തപ്പുന്ന വേർഡ്, ആ പ്രിപ്പോസിഷൻ നമുക്ക് അതിന് കണ്ടുപിടിക്കാൻ പറ്റും. ടീച്ചർ, ഓക്കെ, താങ്ക്സ്, വി വിൽ മീറ്റ് അഗെയിൻ. ടീച്ചർ പറയാണ്, താങ്ക് യു, നമുക്ക് വീണ്ടും കാണാം. അപ്പൊ മനസ്സിലായല്ലോ? സിമ്പിൾ അല്ലേ? ആക്ടിവിറ്റി 11. The following is the diary entry of ഏനു. അപ്പൊ ഏനുവിന്റെ ഒരു ഡയറി എൻട്രി ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഡയറി എഴുതാറുണ്ടോ? എഴുതണം കേട്ടോ. There are some errors in. പക്ഷേ ഏനു എഴുതിയപ്പോൾ കുറച്ച് എറേഴ്സ്, തെറ്റുകൾ വന്നിട്ടുണ്ട്. റീഡ് ആൻഡ് എഡിറ്റ് ഇറ്റ്. അപ്പൊ ഈ തെറ്റുകൾ ഒന്ന് തിരുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളിവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഒന്ന് വായിച്ചു നോക്കാം എന്തൊക്കെ തെറ്റുകൾ ഉണ്ട് നോക്കാം. I went with a store to buy some fruits. അപ്പൊ നോക്കിക്കേ, ആ സെന്റൻസിൽ എന്താ തെറ്റ്? ഐ കൊടുത്തിരിക്കുന്നത് എന്താ? സ്മോൾ ലെറ്റർ ഐ ആണല്ലേ, ചെറിയ ഐ ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മളൊരു സെന്റൻസ് തുടങ്ങുമ്പോൾ ഫസ്റ്റ് ലെറ്റർ എപ്പോഴും എന്ത് വേണം? ക്യാപിറ്റൽ ലെറ്റർ വേണം. അപ്പൊ ആ എറർ എന്താണ്? ഒന്നാമത്തെ എറർ ഐനെ ക്യാപിറ്റൽ ആക്കുക എന്നുള്ളതാണ്. ഐനെ ക്യാപിറ്റലൈസ് ചെയ്യുക. ഓക്കെ, ഐ വെന്റ്. പിന്നെ നോക്കിയേ, എ സ്റ്റോർ, വിത്ത് എ സ്റ്റോർ. വിത്ത് നമ്മൾ കൂടെ എന്നുള്ള രീതിയിലാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ സ്റ്റോറിലേക്ക് പോയി എന്നാണ് വേണ്ടത്. അപ്പോ നമ്മൾ മുൻപേ ചെസ്റ്റ് റെക്കോർഡിന്റെ ഇതിൽ കണ്ടു, എന്താ ആ കോൺവെർസേഷനിൽ കണ്ടു, വീട്ടിലേക്ക് എന്നൊക്കെ വന്നപ്പോ ഏതാ ഉപയോഗിച്ചത്? ടു ആണ് ഉപയോഗിച്ചത്. അപ്പൊ ഇവിടെയും എന്തായിരിക്കും വേണ്ടത്? ടു ആണ് വേണ്ടത്. അപ്പൊ നോക്കാം, ഐ വെന്റ് ടു എ സ്റ്റോർ ടു ബൈ സം ഫ്രൂട്ട്സ്. നോക്കാം, I saw a big orange to the shelf and decided to buy it. അപ്പോൾ ഞാൻ ഷെൽഫിൽ ഒരു വലിയ ഓറഞ്ച് കണ്ടു, അത് ഞാൻ വാങ്ങാൻ തീരുമാനിച്ചു എന്നാണ് എഴുതിയാൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷെ അവിടെ എന്തോ ഒരു എറർ ഉണ്ട്. എന്താ? ടു ആണ് കൊടുത്തിരിക്കുന്നത്. ടു ആണോ അവിടെ വരേണ്ടത്? അല്ല, ഷെൽഫിൽ ഓറഞ്ച് കണ്ടു എന്നാ വരണ്ടേ അല്ലെ? ഷെൽഫിൽ എന്ന രീതിയിൽ വരണമെങ്കിൽ ഇൻ ദ ഷെൽഫ് എന്ന് വേണം നമ്മൾ എഴുതാൻ. ഇനി നോക്കാം, I met my friend on that store. അപ്പോൾ ഞാൻ സ്റ്റോറിൽ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടുമുട്ടി, അതാണ് എനിക്ക് പറയേണ്ടത്. പക്ഷെ ഇവിടെ എന്താ കൊടുത്തേക്കുന്നത്? ഓൺ ദാറ്റ് സ്റ്റോർ. ഓൺ നമ്മൾ എവിടെ ഉപയോഗിക്കും മക്കളെ? ഓൺ ഉപയോഗിക്കുന്നത് എന്തിൻ്റെയെങ്കിലും മുകളിൽ എന്ന് പറയാനാ അല്ലേ?
ദർ ഈസ് എ ബുക്ക് ഓൺ ദ ടേബിൾ. ടേബിളിന് മുകളിൽ ഒരു ബുക്കുണ്ട്, അല്ലെങ്കിൽ ദർ ഈസ് എ പെൻ ഓൺ ദ ടേബിൾ. ടേബിളിന് മുകളിൽ ഒരു പെന്നുണ്ട്, അങ്ങനെയൊക്കെ പറയാനാ. പക്ഷെ ഇവിടെ അങ്ങനെയാണോ? അല്ല, സ്റ്റോറിൽ എന്നാണ് പറയേണ്ടത്. അപ്പൊ വീണ്ടും അവിടെ ഏത് തന്നെയാ? ഇൻ തന്നെയാണ് വരുന്നത്. ഐ മെറ്റ് മൈ ഫ്രണ്ട് ഇൻ ദാറ്റ് സ്റ്റോർ. മൈ ഫ്രണ്ട് ഇൻവൈറ്റഡ് മീ ടു ഗോ ബൈ ദ പാർക്ക് ആൻഡ് ഐ വെന്റ് ഫ്രം ഹെർ. നോക്കുക, 3 എറേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഏതൊക്കെയായിരിക്കും നമുക്ക് നോക്കാം. ഒന്നാമത് നോക്കിക്കേ, മൈ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ വേർഡിന്? ഉണ്ടല്ലേ. എന്താണ്? ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആണോ? അല്ല. അപ്പൊ എന്താക്കണം? മൈ എന്നുള്ള വേർഡിന്റെ ഫസ്റ്റ് ലെറ്റർ എമ്മിനെ നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യണം. ക്യാപിറ്റൽ ലെറ്റർ എം എഴുതണം. മൈ ഫ്രണ്ട് ഇൻവൈറ്റഡ് മീ. നോക്കുക, ഇനിയോ ഗോ ബൈ ദ പാർക്ക്. ഗോ ബൈ ദ പാർക്ക് എന്നാണോ വരിക? ഒരു സ്ഥലത്തേക്ക് പോകുക. നമ്മൾ വീട്ടിലേക്ക് ചെസ് റെക്കോർഡ് പോകുന്ന കാര്യം പറഞ്ഞു. അപ്പൊ അവിടെ നമ്മൾ ഏതാ ഉപയോഗിച്ചത്? ടു ആണ് ഉപയോഗിച്ചത് അല്ലേ? അപ്പൊ എന്ത് വരും? ടു ഗോ ടു ദ പാർക്ക് എന്ന് പറയണം. ആൻഡ് ഐ വെന്റ് ഫ്രം ഹെർ എന്നാണോ വരിക? ഫ്രം എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രം ആണോ അവിടെ വരിക? ഇപ്പൊ ഫ്രം ഹെർ എന്ന് പറഞ്ഞാൽ അവളിൽ നിന്ന് എന്ന രീതിയിലായി. അങ്ങനെയാണോ വേണ്ടത്? അല്ല, അവളുടെ കൂടെ പോയെന്നാ വേണ്ടേ അല്ലെ? അപ്പൊ കൂടെ എന്നോട് നമ്മൾ നേരത്തെ ഒക്കെ ഉപയോഗിച്ച ഒരു പ്രിപ്പോസിഷൻ ഉണ്ടല്ലോ, ഒരു വാക്കുണ്ടല്ലോ, എന്താ അത്? വിത്ത് അല്ലെ? അപ്പൊ വിത്ത് ആണ് നമ്മളോട് ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ വരും, മൈ ഫ്രണ്ട് ഇൻവൈറ്റഡ് മീ ടു ഗോ ടു ദ പാർക്ക് ആൻഡ് ഐ വെന്റ് വിത്ത് ഹെർ. നോക്കുക, വി സാറ്റ് അറ്റ് ദ ബെഞ്ച്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഡബ്ല്യു പിന്നെ എങ്ങനെയാ? ചെറിയ ലെറ്റർ ആണ് അല്ലെ, സ്മോൾ ലെറ്റർ ആണ്, അത് ക്യാപിറ്റൽ ആക്കണം. പിന്നെ സാറ്റ് അറ്റ് ദ ബെഞ്ച് എന്നാണ് വരിക. അല്ല, ഓൺ ദ ടേബിൾ, ഓൺ ദ ബെഞ്ച് എന്നൊക്കെയാണ് അല്ലെ നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്ത് വരണം? ഓൺ ദ ബെഞ്ച് വരണം. ആൻഡ് എയ്റ്റ് ദ ഓറഞ്ച് ടുഗെദർ. ആ ഭാഗം കറക്റ്റ് ആണ്. ഐ ത്രൂ ദ ഓറഞ്ച് പീൽ വിത്ത് ദ ഗാർബേജ്. ഇവിടെയും എന്താ? ക്യാപിറ്റൽ അല്ല അല്ലെ? ഐ എന്താണ്? ക്യാപിറ്റൽ അല്ല. അപ്പം ഐ ക്യാപിറ്റൽ ആക്കണം. ദെൻ ഐ ത്രൂ ദി ഓറഞ്ച് പീൽ വിത്ത് ദ ഗാർബേജ് എന്നാണോ? ഗാർബേജിലേക്ക് ഇട്ടു എന്നാ പറയുന്നത് അല്ലെ? ഗാർബേജിലേക്ക് എറിഞ്ഞു. അപ്പൊ എങ്ങനെ വരണം? ഇൻ ടു ദ ഗാർബേജ്. ഇൻ ടു എന്ന് പറഞ്ഞാൽ അതിലേക്ക് എന്ന രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ്. അപ്പൊ അതിലേക്ക് എന്ന രീതിയിൽ ഉപയോഗിക്കേണ്ടതിന് ഇൻ ടു വേണം നമ്മൾ എഴുതാൻ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമുക്ക് നമ്മുടെ 12th ആക്ടിവിറ്റിയിലേക്ക് പോവാം. റീഡ് ദ സെന്റൻസസ് ഫ്രം ദ സ്റ്റോറി ആൻഡ് സ്പ്ലിറ്റ് ദം ഇൻടു 2. അപ്പോൾ സ്റ്റോറിയിൽ നിന്നുള്ള ഈ സെന്റൻസുകൾ നിങ്ങൾ വായിക്കുക. എന്നിട്ട് അതിനെ എന്ത് ചെയ്യാനാണ് പറഞ്ഞാൽ? സ്പ്ലിറ്റ് ചെയ്യാൻ. സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ മുറിക്കുക. അപ്പോൾ ഈ സെന്റൻസുകളെ 2ആയിട്ട് മുറിക്കാനാണ് പറഞ്ഞേക്കുന്നത്. വൺ ഹാസ് ബീൻ ഡൺ ഫോർ യു. ഒന്ന് നിങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്തിട്ടുണ്ട്, നോക്കാം. യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ് ആൻഡ് പ്ലേ വിത്ത് ന്യൂ ടോയ്സ്. എന്താണ് ഇതിന്റെ അർത്ഥം? നീ പുതിയ കൂട്ടുകാരെ ഉണ്ടാക്കുകയും അവരോട് കൂടെ പുതിയ ടോയ്സ് വെച്ച് കളിക്കുകയും ചെയ്യുന്നതാണ്. അപ്പൊ ഈ സെന്റൻസിനെ നമുക്ക് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. എങ്ങനെയാ ചെയ്തേക്കുന്നേ? നോക്കുക, ആൻഡ് കണ്ടോ? ആൻഡ് എന്ന് പറയുന്ന വാക്ക് വെച്ചിട്ടാണ് നമ്മൾ ഈ സെന്റൻസിന്റെ 2 ഭാഗങ്ങളെ ചേർത്ത് വെച്ചത്. അപ്പൊ ആൻഡിനെ നമ്മൾ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ സെന്റൻസ് എന്താണ്? 2 സെന്റൻസ് ആക്കി മാറ്റാം. നോക്കിക്കേ, യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ്, അതെന്താണ്? ഒരു സെന്റൻസ് ആണ്. പിന്നെയോ പ്ലേ വിത്ത് ന്യൂ ടോയ്സ്. ആര് കളിക്കുന്ന കാര്യമാണ് പറഞ്ഞേ? ഈ യു തന്നെയാണ്, നീ കളിക്കുന്ന കാര്യം തന്നെയാ പറയുന്നത്. അപ്പോഴോ യു വിൽ പ്ലേ വിത്ത് ന്യൂ ടോയ്സ്. അങ്ങനെ 2 സെന്റൻസ് ആക്കി എടുക്കാൻ നമുക്ക് പറ്റും. അപ്പോ ഈ ആൻഡ് വന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയത്? 2ാമത് ഈ ഒരു യു ഇല്ലാതെ തന്നെ എഴുതാൻ പറ്റിയത്. മനസ്സിലായോ? അതായത് യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ് ആൻഡ് യു വിൽ പ്ലേ വിത്ത് ന്യൂ ടോയ്സ് എന്ന രീതിയിലാണ് ശരിക്കും ഈ സെന്റൻസിന്റെ അർത്ഥം വരുന്നത്. പക്ഷേ ആൻഡ് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് ഈ യു വിൽ എന്നുള്ള ഭാഗം വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് എന്ത് വന്നു? യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ് ആൻഡ് പ്ലേ വിത്ത് ന്യൂ ടോയ്സ്. പക്ഷേ ഇത് 2 സെന്റൻസ് ആക്കി എഴുതുമ്പോൾ എന്ത് വരണം? സെന്റൻസിന്റെ തുടക്കത്തിൽ നമുക്കൊരു വ്യക്തിയുടെ പേര് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾ വലിയ ക്ലാസ്സിൽ പഠിക്കും. അപ്പോൾ നമുക്ക് ആ യു വീണ്ടും അവിടെ വേണം. യു വില്ലും കൂടെ എടുത്താലേ 2ാമത്തെ സെന്റൻസും എഴുതാൻ പറ്റുള്ളൂ. നോക്കാം, യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ്, യു വിൽ പ്ലേ വിത്ത് ന്യൂ ടോയ്സ്. അങ്ങനെ ബാക്കി 2 സെന്റൻസുകളും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. യു ക്യാൻ റീഡ് ന്യൂ ബുക്സ് ആൻഡ് സ്വിങ് ഓൺ ന്യൂ സ്വിങ്സ്. അവിടെ എന്താ? യു ക്യാൻ റീഡ് ന്യൂ ബുക്സ്. പിന്നത്തെ സെന്റൻസ് ഏതാ? യു ക്യാൻ സ്വിങ് ഓൺ ന്യൂ സ്വിങ്സ്. ആൻഡ് വെച്ചത് കൊണ്ടാണ് ആദ്യം തന്ന സെന്റൻസിൽ യു ക്യാൻ
റിപ്പീറ്റ് ചെയ്യാഞ്ഞത്. ഓക്കെ, ഇനി ഷീ ടുക്ക് ചെസ്റ്റേഴ്സ് ഹാൻഡ് ആൻഡ് കെയർഫുള്ളി റാപ്ഡ് ഹിസ് ഫിംഗേഴ്സ്. അപ്പൊ എന്താ, ഷീ ടുക്ക് ചെസ്റ്റേഴ്സ് ഹാൻഡ്, അതാണ് ആദ്യത്തെ സെന്റൻസ്. രണ്ടാമത്തേലും ആര് തന്നെയാ ചെയ്യുന്നത്? ഷീ തന്നെയാണ് അല്ലെ. പിന്നെ ആൻഡ് ഉപയോഗിച്ചത് കൊണ്ട് നമ്മൾ ആദ്യം പറഞ്ഞ ഷീയിലേക്ക് അതിനെയും കൂടെ ചേർത്തു എന്നേ ഉള്ളൂ. അപ്പൊ രണ്ടാമത്തെ ഭാഗവും ഷീ കെയർഫുള്ളി റാപ്ഡ് ഹിസ് ഫിംഗേഴ്സ് എന്ന് എഴുതാൻ പറ്റും. അപ്പൊ ആൻഡ് വെച്ചിട്ട് നമുക്ക് ഒരാൾ ചെയ്ത രണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്യാം, ബന്ധിപ്പിക്കാൻ പറ്റും. ഓക്കെ, ഒരാൾ ചെയ്ത കാര്യം തന്നെയാണെങ്കിൽ നമുക്ക് ഈ ആൻഡ് വെച്ചിട്ട് ഇങ്ങനെ ബന്ധിപ്പിക്കാൻ പറ്റും. അതാണ് ഇവിടെ നമ്മൾ കണ്ടത്. അപ്പൊ നോക്കിക്കേ, റീഡ് ദ പാസേജ് ഗിവൺ ബിലോ ആൻഡ് സ്പ്ലിറ്റ് ദ സെന്റൻസസ്. അപ്പൊ ഇവിടെ ഒരു പാസേജ് തന്നിട്ടുണ്ട്. ഈ പാസേജിലെ സെന്റൻസുകളെ ഇതേ രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. A curious raccoon lived in the woods and it liked to explore new places. അപ്പൊ എന്താ, ഒന്നാമത്തെ സെന്റൻസ് ഒന്ന് നോക്കിക്കേ. A curious raccoon lived in the woods and it liked to explore new places. ഇവിടെ വളരെ എളുപ്പമാണ്. ആൻഡ് അങ്ങ് ഒഴിവാക്കിയാൽ തന്നെ രണ്ട് സെന്റൻസ് കിട്ടും. ഇറ്റ് ലൈക്ക് ടു എക്സ്പ്ലോർ ന്യൂ പ്ലേസസ് എഴുതുമ്പോൾ ഇറ്റിനെ ക്യാപിറ്റലായി വെച്ചിട്ട് തുടങ്ങണമെന്ന് മാത്രം. കാരണം എന്താ, പുതിയ സെന്റൻസ് എഴുതുമ്പോൾ അല്ലെങ്കിൽ ഒരു സെന്റൻസിന്റെ തുടക്കത്തിൽ ക്യാപിറ്റൽ ലെറ്റർ തന്നെ വേണം. അപ്പൊ ഇങ്ങനെ ഈ സെന്റൻസുകളെ മുഴുവൻ സ്പ്ലിറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ തന്നിട്ടുണ്ട്. സ്പ്ലിറ്റ് ചെയ്യാൻ സംശയമില്ലല്ലോ. ആൻഡ് ആണ് രണ്ട് സെന്റൻസിനെ ചേർത്ത് വെക്കുന്നത്. അപ്പൊ ആൻഡ് വരുന്ന ഭാഗം അതിനപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും എന്ന രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെന്റൻസിനെ ഈസി ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ആക്ടിവിറ്റി 13. Shall we play with words? നമുക്ക് വാക്കുകൾ കൊണ്ടൊന്ന് ഒരു ഗെയിം കളിച്ചാലോ? കംപ്ലീറ്റ് ദ ക്രോസ് വേർഡ് പസിൽ. അപ്പൊ ഈ പദപ്രശ്നം, ക്രോസ് വേർഡ് പസിൽ നമ്മൾ നമ്മുടെ മാസികളിലൊക്കെ ചെയ്യുന്നതായിരിക്കും അല്ലെ. യൂസിങ് ദ ക്ലൂസ് ഗിവൺ ബിലോ. അപ്പോൾ തന്നിരിക്കുന്ന ക്ലൂസ് വെച്ചിട്ട് ഈ പസിൽ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഇതിന് ഉത്തരങ്ങളൊന്ന് കണ്ടുപിടിക്കാം അല്ലെ. അക്രോസ്, അക്രോസ് എന്ന് പറഞ്ഞാൽ കുറുകെ അല്ലെ, ലെഫ്റ്റ് ടു റൈറ്റിലേക്ക് വരുന്ന അതാണ്. മൂവ് ഓർ കോസ് ടു മൂവ് ബാക്ക് ആൻഡ് ഫോർത്ത്, മുന്നോട്ടും പിന്നോട്ടും ഇങ്ങനെ മൂവ് ചെയ്യുക അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ വേണ്ടി ഏതോ ഒന്നിനെ പ്രേരിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ എന്താ, ഇതിനൊരു പറ്റിയ വേർഡ് നമ്മൾ പഠിച്ചല്ലോ. ഏതാ അത്? സ്വിങ് ആണ് അല്ലെ. അടുത്ത നോക്കിക്കേ, ടു റൺ ഓർ മൂവ് ക്വിക്ക്ലി വിത്ത് ലൈറ്റ് സ്റ്റെപ്സ്. അപ്പൊ ചെറിയ ചുവടുകളിൽ ഇങ്ങനെ വേഗത്തിൽ ഇങ്ങനെ ഓടുന്നത് ഏത് വേർഡാ? സ്കാമ്പർ അല്ലെ. നമ്മുടെ ചെസ്റ്റർ സ്കൂളിലേക്ക് പോയത് എങ്ങനെയാ? സ്കാമ്പർ ചെയ്തിട്ടാ നമ്മൾ പറഞ്ഞു. ഗിവിങ് എ ഫീലിംഗ് ഓഫ് ഈസ് ആൻഡ് വെൽ ബീയിങ്. അപ്പോ ഒരു സുഖവും അല്ലെങ്കിൽ ഈസിനെസ്സും ഒക്കെ തോന്നിപ്പിക്കുന്ന ഒരു അവസ്ഥയെ പറയുന്നത് കോസി എന്നൊരു വേർഡ് നമ്മൾ പഠിച്ചായിരുന്നോ? ആ വേർഡാണ് കേട്ടോ. ഇനി ഡൗൺ, താഴേക്കുള്ളത് വരെ നോക്കാം. ടു കവർ ഓർ എൻക്ലോസ് ഇൻ പേപ്പർ ഓർ സോഫ്റ്റ് മെറ്റീരിയൽ. ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് മെറ്റീരിയലിലോ എന്തെങ്കിലും ഒരു സാധനത്തെ പൊതിയുന്നതിനെ നമ്മൾ എന്താ പറയാ? നമ്മളൊക്കെ നോട്ട് ബുക്കൊക്കെ പൊതിയലുണ്ടല്ലേ സ്കൂൾ തുറക്കുന്ന സമയത്ത്. എന്താണ് നമ്മൾ അതിന് പറയാ? അതുപോലെ തന്നെ ഗിഫ്റ്റ് നമ്മൾ പൊതിയും. റാപ്പ് ചെയ്യുക എന്ന് പറയാം അല്ലെ. റാപ്പാണ് കേട്ടോ. WRAP, റാപ്പ്. റബ് സംതിങ് ജെന്റ്ലി വിത്ത് ദ നോസ് ആസ് ഇഫ് ടു ഷോ അഫെക്ഷൻ. അപ്പൊ നമ്മളിത് പറഞ്ഞിട്ടുണ്ട് പാഠം എടുത്തപ്പം അല്ലെ. സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി, സ്നേഹം കാണിക്കാൻ വേണ്ടി നമ്മുടെ പൂച്ച കുഞ്ഞുങ്ങളും അണ്ണാനും ഒക്കെ നമ്മൾ കാണിക്കുന്ന കണ്ടിട്ടുണ്ട്. അവരിങ്ങനെ മൂക്ക് കൊണ്ടൊക്കെ ഇങ്ങനെ ഉരുമുക. അതിന് പറയുന്ന വേർഡ് എന്തായിരുന്നു? ഓർക്കുന്നുണ്ടോ? നസിൽ. നസിൽ എന്നാണ് പറയാട്ടോ. ഫ്രൈറ്റനിങ് ഓർ കോസിങ് ഫിയർ. അപ്പോ ഒന്നെങ്കിൽ പേടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഭയം ഉളവാക്കുന്ന അങ്ങനെ ഒരു അർത്ഥം വരുന്ന ഒരു വേർഡ് നമ്മൾ ഇവിടെ പഠിച്ചായിരുന്നു. ഓർക്കുന്നുണ്ടോ? സ്കേറി എന്നാണ് കേട്ടോ. ആൻ ഒബ്ജക്ട് ദാറ്റ് ഈസ് മെയ്ഡ് ഫോർ എ ചൈൽഡ് ടു പ്ലേ വിത്ത്. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഗതി. എന്തായിരിക്കും? കളിപ്പാട്ടം. വളരെ സിമ്പിൾ ആണ് അല്ലെ. കളിപ്പാട്ടം, ടോയ് നമ്മൾ പറയുന്നത്. ഇനി നോക്കിക്കേ, ഈ പസിൽ എങ്ങനെ പൂരിപ്പിക്കാന്ന് കണ്ടോ? നമ്മള് ഓരോ വേർഡ്സും അവർ പറഞ്ഞിരിക്കുന്നതിനനുസരിച്ച് അക്രോസ് ആണോ ഡൗൺ ആണോ എന്ന് നോക്കി എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പസിലാണ് കിട്ടുക. എളുപ്പമല്ലേ? രസമല്ലേ? അപ്പൊ നമ്മൾ വേർഡ്സും പഠിച്ചു, മീനിങ്സും പഠിച്ചു, കൂട്ടുകാരുമായിട്ട് ഒരു ഗെയിമും കളിച്ചു അല്ലേ. അപ്പോ ഈ പാഠത്തില് 13 ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പൊ എല്ലാ ആക്ടിവിറ്റീസും നന്നായിട്ട് ചെയ്യുക, നല്ല ശ്രദ്ധിച്ച് ചെയ്യുക, മനസ്സിലാക്കി ചെയ്യുക.
എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് ചോദിക്കുക. ഓക്കെ, അപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പം എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു. താങ്ക് യു.